ഹായ്, അപ്പോൾ നമ്മൾ ചാപ്റ്റർ 4-ൻ്റെ അടുത്ത സെക്ഷനിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ടോപ്പിക്കുകളൊന്നും നമുക്ക് സൂചിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ സൂചിക്കാത്തൊരു ടോപ്പിക്കാണ്, പക്ഷേ സൂചിച്ചേ പറ്റൂ. നമുക്ക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ്? നല്ല അടിപൊളി ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ഒരു സെക്ഷൻ ഞാൻ പറയാം. നോക്കൂ, ഒരു കമ്പി ഇവിടെ ഉണ്ട്. ഈ കമ്പിയിൽ കൂടെ ഐ എന്ന് പറയുന്ന ഒരു കറണ്ട് നിങ്ങൾ കയറ്റിവിടുകയാണ്. കമ്പിയിൽ നിന്ന് ഡി ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് എടുത്താൽ, ആ പോയിന്റിന്റെ പേര് എം പി എന്ന് മാർക്ക് ചെയ്താൽ, ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു നിർത്തിയത്? μ0I/2πd എന്നാണ് പഠിപ്പിച്ചത് അല്ലേ? μ0I/2πd. ഇതിനെ ഞാൻ വേറെ രീതിയിൽ എഴുതാൻ പോവാണ്. കറക്റ്റ് ആണോ എന്ന് പറയണം. μ0/4π 2I/d എന്ന് എഴുതി. കറക്റ്റ് ആണോ? 2 ക്യാൻസൽ ആയി പോയി, ബാക്കി μ0I/2πd കറക്റ്റ് തന്നെയല്ലേ? അപ്പോൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? μ0/4π 2I/d. ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും സുഖം. അപ്പോൾ വാട്ട് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് നിയർ എ സ്ട്രൈറ്റ് കണ്ടക്ടർ? μ0/4π 2I/d എന്നാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി ഞാൻ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. നമ്മുടെ ഇവിടെ 2 കമ്പി വയ്ക്കാൻ പോവാണ്. അതിനകത്തുള്ള ആദ്യത്തെ കമ്പിയാണ്. രണ്ട് കമ്പി വയ്ക്കാൻ പോകുന്നു. ഫസ്റ്റ് കമ്പി ഇതായിരിക്കുന്നു. ഈ കമ്പിയുടെ ലെങ്ത് L1 ആണ്. ഈ കമ്പിയിൽ കൂടെ നിങ്ങളൊരു കറണ്ട് കയറ്റി വിടൂ. ആ കറണ്ടാണ് I1. അങ്ങനെയാണെങ്കിൽ ഈ കമ്പിയിൽ നിന്ന് ഡി ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് എടുത്താൽ, ഈ പോയിന്റിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈ കമ്പി കാരണം ഉണ്ടാവും അല്ലേ? ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ B1 എന്ന് വിളിക്കുന്നു. B1ന്റെ ആൻസർ പറയൂ. μ0/4π 2I/d എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം μ0/4π 2I1/d എന്നായില്ലേ? ഇനി ഈ കമ്പി കാരണം ഈ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയണം. അതിന് നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കും? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കും. നമ്മൾ പഠിച്ചാണ്. അപ്പം നമ്മുടെ കമ്പി ഇതാണെന്ന് വെച്ചോളൂ. ഇതാണ് നമ്മുടെ കമ്പി. ഈ കമ്പിയുടെ റൈറ്റ് സൈഡിലുള്ള ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ കമ്പി കൂടെ കറണ്ട് പോകുന്ന മേലിലോട്ടാണ്. അപ്പോൾ റൈറ്റ് ഹാൻഡിൽ പിടിക്കുക. കേളി ഫിംഗേഴ്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ? ഇപ്പോൾ കേളി ഫിംഗേഴ്സ് ഇങ്ങനെയാണ്. ഓക്കെ, കേളി ഫിംഗേഴ്സ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ എവിടെ വേണോ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇപ്പോൾ ഈ കമ്പിയുടെ റൈറ്റ് സൈഡിലാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ കമ്പിയുടെ റൈറ്റ് സൈഡിൽ ടാൻജന്റ് വരച്ചു കൊടുക്കുക. അപ്പോൾ എങ്ങനെ കിട്ടും? പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഇൻറ്റു ഇറ്റ് എന്ന് കിട്ടും. എന്താ കിട്ടുക? Perpendicular to the plane of board into it. So this is a magnetic field at the point P due to the first kambi. Then this magnetic field is perpendicular to the plane of board into it. Perpendicular to the plane of board into it. ഞാൻ റെപ്രസെന്റ് ചെയ്താണ്ടോ? Perpendicular to the plane of board into it. ഇനി ഈ പോയിന്റിൽ ഞാൻ അടുത്ത കമ്പിയെ കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു കമ്പിയെ കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് ഈ കമ്പിയുടെ ലെങ്ത് L2 ആണ്. ഈ കമ്പി കൂടെ ഞാൻ കറണ്ട് കയറ്റി വിടുന്നു. കറണ്ട് I2 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കമ്പിയെ പറ്റി മാത്രം ചിന്തിക്കൂ. ഈ കമ്പി ഇരിക്കുന്നത് ഫസ്റ്റ് കമ്പിയുടെ മാഗ്നറ്റിക് ഫീൽഡിലല്ലേ? അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തിരിക്കുന്ന കറണ്ട് ക്യാരിയിങ് കമ്പിയല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആ കമ്പിയുടെ പുറത്ത് ഒരു ഫോഴ്സ് കൊടുക്കില്ലേ? ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ILB sin θ എന്നല്ലേ? ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? F is equal to ILB sin θ എന്നാണ്. അപ്പോൾ ഫോഴ്സ് ഓൺ സെക്കൻഡ് കമ്പി എങ്ങനെ കണ്ടുപിടിക്കും? ഇക്വൽ ടു സെക്കൻഡ് കമ്പിയിലെ കറണ്ട് എത്രയാ? I2 ആണ്. സെക്കൻഡ് കമ്പിയുടെ ലെങ്ത് എത്രയാണ്? L2. സെക്കൻഡ് കമ്പി കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഏതാണ്? ഈ മാഗ്നറ്റിക് ഫീൽഡാണ്. μ0/4π 2I1/d ആണ്. ദെൻ സൈൻ പറയൂ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ എന്ന് പറഞ്ഞാൽ ഏതിനൊക്കെ ഇടയ്ക്കുള്ള ആംഗിളാണ്? മാഗ്നറ്റിക് ഫീൽഡിനും കറണ്ടിനും ഇടയ്ക്കുള്ള ആംഗിളാണ് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡിനും എന്താണ് കറണ്ട് എലിമെന്റിനും ഇടയ്ക്കുള്ള ആംഗിളാണ്. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്, കറണ്ട് എലിമെന്റ് ഇങ്ങനെയാണ്. കാരണം കറണ്ട് അങ്ങോട്ടായതുകൊണ്ട് കറണ്ട് എലിമെന്റ് അങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇത് കറണ്ട് എലിമെന്റ് പറയൂ. ഇത് മാഗ്നറ്റിക് ഫീൽഡ്, ഇടയ്ക്കുള്ള ആംഗിൾ 90 അല്ലേ? അപ്പോൾ sin 90. ഓക്കെ, അപ്പോൾ F2ന്റെ ആൻസർ പറയൂ. വാട്ട് ഈസ് ആൻസർ ഓഫ് F2? F2 is equal to പറയൂ I2 L2 ബാക്കി μ0/4π then 2I1/d ബാക്കി sin 90 എത്ര? 1. ഓക്കെ, ഇതാണ് ഫോഴ്സ് ഓൺ സെക്കൻഡ് കമ്പി. സെക്കൻഡ് കമ്പിയിൽ ഫുൾ ആയിട്ട് കിട്ടുന്ന ഫോഴ്സ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത്. ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് ഓഫ് സെക്കൻഡ് വയർ. സെക്കൻഡ് വയറിന്റെ
യൂണിറ്റ് ലെങ്തിൽ കിട്ടുന്ന ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? അതിനെ ഞാൻ ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് ഓഫ് സെക്കൻഡ് ഡ്യൂ ടു ഫസ്റ്റ് എന്ന് വിളിക്കാം. ഇത് കാണാൻ എന്ത് ചെയ്യണം? ഫോഴ്സ് ഇതാണ് ടോട്ടൽ ഫോഴ്സ്. സെക്കൻഡ് കമ്പിയിൽ കിട്ടുന്ന ടോട്ടൽ ഫോഴ്സ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? അതിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇതിനെ ലെങ്ത് ആയ L2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ L2 അങ്ങ് പോകും. ബാക്കി എന്ത് കിട്ടും? μ0/4π. പെട്ടെന്ന് പറയൂ. 2I1 I2 ഡിവൈഡഡ് ബൈ D എന്ന് കിട്ടും. ഇതാണ് ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് ഓഫ് സെക്കൻഡ് വയർ. സെക്കൻഡ് വയറിന്റെ യൂണിറ്റ് ലെങ്തിൽ കിട്ടുന്ന ഫോഴ്സ്. ഓക്കെ, ഇനി ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ പറയണം. ഡയറക്ഷൻ ഞാൻ പറയട്ടെ, നിങ്ങൾ നോക്കൂ. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടുണ്ട്, ബോർഡിന്റെ പ്ലെയിനിലോട്ടുണ്ട്. അവിടെ ഒരു കറണ്ട് ക്യാരിയിങ് കമ്പി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ആ കമ്പിയുടെ പുറത്ത് ഒരു ഫോഴ്സ് കൊടുക്കൂലേ? ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഏത് റൂൾ ഉപയോഗിക്കും? ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കും. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ കറണ്ട്, തമ്പ് എന്തിനെ കാണിക്കുന്നു? ഫോഴ്സിനെ. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൽ വയ്ക്കൂ. നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. ഈ മിഡിൽ ഫിംഗർ കറണ്ട് മേലോട്ടല്ലേ? ഈ കമ്പിയിലെ കറണ്ട് മേലോട്ടല്ലേ? ഇനി ഫോഴ്സ് അപ്പം എങ്ങോട്ടാണ്? ലെഫ്റ്റിലോട്ടാണ്. അപ്പോൾ ഈ കമ്പിയിൽ ലെഫ്റ്റിലോട്ട് ഒരു ഫോഴ്സ് കിട്ടും. ഈ ഫോഴ്സിനെയാണ് നിങ്ങൾ F21 എന്ന് റെപ്രസെന്റ് ചെയ്തത്. എന്താണ്? അപ്പോൾ സെക്കൻഡ് കമ്പിയുടെ യൂണിറ്റ് ലെങ്തിൽ കിട്ടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. F21 ഇവിടെ ലെഫ്റ്റിലോട്ടാണ്. ഇത്രയും കാര്യം മനസ്സിലായെങ്കിൽ ബാക്കി മനസ്സിലാവും. മനസ്സിലായില്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾ മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് വീണ്ടും പറയാണ്. സോ പഠിക്കാൻ വേണ്ടി ഒന്നുമില്ല, നല്ല എളുപ്പമുള്ള ടോപ്പിക്കാണ്, പെട്ടെന്ന് പറയണം. സി, നമ്മളിവിടെ എത്ര കമ്പി എടുക്കുന്നു എന്ന് പറയുക. എത്ര കമ്പി എടുക്കേണ്ടത്? 2 കമ്പി. അപ്പോൾ കമ്പി എടുക്കുമ്പോൾ 1 by 1 എടുക്കുക. സി, ദിസ് ഈസ് യുവർ ഫസ്റ്റ് വയർ. ഓക്കെ, ദെൻ ഇറ്റ്സ് ലെങ്ത് ഈസ് L1. ഇറ്റ് carries a current I1. Okay, at D distance you consider a point. Okay, what is the magnetic field at this point? So magnetic field due to the first wire is equal to, what is the equation? μ0/4π 2I by D is the equation. Here what is I1. Okay, so due to the first wire there will be a magnetic field here. This is a magnetic field. What is a magnetic field? μ0/4π 2I1 by D. Then what will be the direction of this? ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നമ്മൾ എന്ത് റൂൾ ഉപയോഗിക്കാം? ഇതാണ് കമ്പി. ഈ കമ്പിയുടെ റൈറ്റ് സൈഡിലെ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടെന്നാണ് ഞാൻ ചോദിച്ചത്. വിച്ച് റൂൾ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പിടിക്കുക. സോ കറണ്ട് മേലോട്ടാണ്. സോ കേളി ഫിംഗേഴ്സ് ഇങ്ങനെയാണ്. സോ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ കമ്പിയുടെ റൈറ്റ് സൈഡിൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ നിങ്ങൾ ടാൻജന്റ് വരയ്ക്കുക. വരച്ചോ? അങ്ങോട്ട് വരച്ചു. അപ്പോൾ അങ്ങോട്ടാണ്. സോ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഇൻറ്റു ഇറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഒരു ഇൻറ്റു വരച്ചാൽ മതി. അപ്പോൾ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഇൻറ്റു ഇറ്റ് എന്ന് നിങ്ങൾ ഇവിടെ സെന്റൻസ് ആയിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് ഡ്യൂ ടു ദ ഫസ്റ്റ് കമ്പി. ഒരു കുഴപ്പമില്ലല്ലോ. ഇനി അറ്റ് ദിസ് പോയിന്റ് യു പ്ലേസ് യുവർ സെക്കൻഡ് കമ്പി. സോ അറ്റ് ദിസ് പോയിന്റ് ഐ എം പ്ലേസിംഗ് the second kambhi. Okay, this is the second kambhi. Okay, then its length is L2. Then it carries a current I2. Okay, then see this kambhi is placed in this magnetic field. Am I right? So magnetic field will exert a force on that current carrying kambhi. So what is a force on second kambhi? Parayu. What is a force on total force on second kambhi? Force കണ്ടുപിടിക്കാനുള്ള equation പറയേ. ILB sin theta ആണ് നമ്മുടെ equation. അപ്പോൾ F2 is equal to, what is the current in the കമ്പി? I2. What is the length of the കമ്പി? L2. What is the magnetic field it gets? B1. Then sin പറയൂ. തീറ്റ എന്ന് പറഞ്ഞാൽ L-നും B-ക്കും ഇടയ്ക്കുള്ള ആംഗിൾ. ഇവിടെ കറണ്ട് മേലോട്ടാണ്. അപ്പോൾ ലെങ്ത് വെക്ടർ മേലോട്ടാണ്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. അപ്പോൾ ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? 90. അപ്പോൾ sin 90. ഓക്കെ, ദെൻ അപ്പോൾ F2ന്റെ ആൻസർ പറയൂ പെട്ടെന്ന്. F2 is equal to പറയൂ. F2 is equal to പെട്ടെന്ന് I2 L2 പെട്ടെന്ന് B1ന്റെ വാല്യൂ μ0/4π 2I1 by D. Okay, then sin 91. Okay, this is a total force on second kambhi. Then what is the force on unit length of second kambhi? What is the force on unit length of second kambhi? സെക്കൻഡ് വയറിന്റെ യൂണിറ്റ് ലെങ്തിൽ കിട്ടുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് ഓഫ് സെക്കൻഡ് കമ്പി ഡ്യൂ ടു ദ ഫസ്റ്റ് കമ്പി കാണാൻ ഇതിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലെങ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ L2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ L2 അങ്ങ് പോകും. ബാക്കി വാട്ട് ഈസ് ആൻസർ? μ0/4π 2I1 I2 ഡിവൈഡഡ് ബൈ D എന്ന് കിട്ടി. ദിസ് ഈസ് എ ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് ഓഫ് സെക്കൻഡ് വയർ.
This is a force on unit length of second wire due to the first wire. Is it clear? ഇനി എനിക്ക് ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ ഡയറക്ഷൻ കണ്ടുപിടിക്കും? ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബോർഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ട്. അതിനകത്താണ് ഈ കറണ്ട് ക്യാരിയിങ് കമ്പി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പിയിൽ എങ്ങോട്ടായിരിക്കും ഫോഴ്സ്? നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കും? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കും. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അറിയാം. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ 4 ഫിംഗർ പിടിക്കുന്നു, കറണ്ടിൻ്റെ ഡയറക്ഷനിൽ മിഡിൽ ഫിംഗർ പിടിക്കുന്നു, തമ്പ് ഇപ്പോൾ ലെഫ്റ്റിലോട്ടാണ് കാണിക്കുന്നത്. സോ ദിസ് ഈസ് എ ഡയറക്ഷൻ ഓഫ് F21. F21ൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ക്ലിയർ അല്ലേ? നേരത്തെക്കാളും മനസ്സിലായില്ലേ? ആദ്യം പറഞ്ഞതിനേക്കാളും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ ഒന്നും കൂടെ ഇത്രയും സ്ഥലം പറയാം. അപ്പോൾ ഈ രണ്ടാമത്തെ പറയുമ്പോൾ എനിക്ക് കുറച്ച് സ്പീഡിൽ അങ്ങ് പോകാൻ പറ്റും. സോ ടെൻഷൻ ഒന്നും പിടിക്കാതെ ഇത്രയും പറയാം. നമ്മൾ പരാജയപ്പെട്ടിട്ട് കാര്യമില്ല, വരണ്ട് പോവും, നമ്മൾ എല്ലാവരും വരണ്ട് പോവും സ്റ്റാർട്ടിങ്ങിൽ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്ലിയർ ആയിക്കോളൂ, ഇതിനകത്തൊന്നുമില്ല. സോ ലിസൺ ഹിയർ. ഞാൻ എത്ര കമ്പി എടുക്കണം? 2 കമ്പി എടുക്കണം. ഓരോ കമ്പിയായിട്ട് എടുക്കുക. സോ യു കൺസിഡർ എ കണ്ടക്ടർ. ഓക്കെ, its length is L1, it carries a current I1, okay, upwards. Then you take a point at a distance D from it, okay. This is a point at a distance D from it. What is the magnetic field at that point? Magnetic field at that point due to the first കമ്പി is equal to, എന്താണ് ഇക്വേഷൻ? μ0 പെട്ടെന്ന് പറ, നിങ്ങൾ ആൻസർ പറഞ്ഞാൽ ഞാൻ എഴുതാം. പെട്ടെന്ന് പറ. ഒരു കമ്പി കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഇക്വേഷൻ പെട്ടെന്ന് പറയൂ. μ0/4π 2I/d എന്നാണ് ഇക്വേഷൻ. ഓക്കെ, ഇവിടുത്തെ I എത്രയാ? I1 ആണ്. D എത്രയാ? D. ഓക്കെ, അപ്പോൾ ഈ കമ്പി കാരണം ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഈ എഴുതിയത്. ബുദ്ധിമുട്ടില്ല. ഇനി ബാക്കി പറയണം. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പറയണം. ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പറയണം. അതിന് നമ്മൾ ഏത് റൂളാണ് ഉപയോഗിക്കുന്നത്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പോൾ നമ്മളിവിടെ ഇതാണ് കമ്പി. ഈ കമ്പിയെ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തള്ളവിരൽ വയ്ക്കുക. ബാക്കി ഫിംഗേഴ്സ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ആണെങ്കിൽ കമ്പിയുടെ ഏത് ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ കമ്പിയുടെ റൈറ്റ് സൈഡിലാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ റൈറ്റ് സൈഡ് എത്തുമ്പോൾ അവിടെ ടാൻജന്റ് വരയ്ക്കുക. അപ്പോൾ ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഇൻടു ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ ഈ കമ്പി കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അത് ബോർഡിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്, ഇൻടു ഇറ്റ് ആണ്. ബുദ്ധിമുട്ടുണ്ടായ? ഇനി there you place your second conductor. Okay, then its length is L2. You pass a current I2 through it. Okay, so now this is a current carrying conductor. It is kept in a magnetic field. So magnetic field will exert a force on that. So what is a force? Force given by magnetic field on second കമ്പി. What is it? Force കാണാൻ ഇക്വേഷൻ പറ. ILB sin θ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ F2 is equal to, പെട്ടെന്ന് പറയൂ, ഈ കമ്പിയിലെ I എന്താണ്? I2 ആണ്. കമ്പിയുടെ ലെങ്ത് എന്താണ്? L2 ആണ്. ഈ കമ്പി കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഏതാണ്? B1 ആണ്. ഇനി സൈൻ തീറ്റ വേണം അല്ലേ? തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലിനും ബിക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ തന്നെയാണ് ലെങ്ത് വെക്ടർ. അപ്പോൾ ലെങ്ത് വെക്ടർ മേലോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഇൻഡു ആണ്. ഓക്കെ, അപ്പോൾ രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ്. ഓക്കെ, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി ബാക്കി F2ൻ്റെ ആൻസർ പെട്ടെന്ന് പറയൂ. F2 is equal to I2 L2. B1ൻ്റെ വാല്യൂ പറ. μ0/4π പെട്ടെന്ന് 2I1/d sin 90 എത്ര? 1. ഓക്കെ, ഇനി അടുത്തെന്താണ്? ദിസ് ഈസ് എ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് കമ്പി ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. സോ വാട്ട് ഈസ് എ ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത്? ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത്. ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് ഓഫ് സെക്കൻഡ് വയർ. ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് ഓഫ് സെക്കൻഡ് വയർ എങ്ങനെ കണ്ടുപിടിക്കും? ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് ഓഫ് സെക്കൻഡ് വയർ ഡ്യൂ ടു ഫസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ L2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ L2 അങ്ങ് ക്യാൻസൽ ആവും. സോ വി ഗെറ്റ് പറയൂ. L2 അങ്ങ് പോയിട്ട് ബാക്കി ഓർഡറിൽ പറയൂ. μ0/4π 2I1 I2 ഡിവൈഡഡ് ബൈ d എന്നാണ്. ദിസ് ഈസ് എ ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് ഓഫ് സെക്കൻഡ് കമ്പി. ഈ സെക്കൻഡ് കമ്പിയുടെ യൂണിറ്റ് ലെങ്തിൽ കിട്ടുന്ന ഫോഴ്സ് ഇതാണ്. ഇനി വി ഹാവ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്. ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്താ റൂള്? നമുക്കറിയാം, മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പി ഇരുന്നാൽ അതിന്റെ മണ്ടയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റൂൾ ഏതാണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ പിടിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണ്. കമ്പിയിൽ കറണ്ട് പോയത് മേലോട്ടാണ്.
ഇനി ഫോഴ്സ് അപ്പം ലെഫ്റ്റിലോട്ടാണ്. കണ്ടോ നമ്മുടെ നമ്മുടെ ഈ ഫിംഗർ കാണിക്കുന്നുണ്ടല്ലേ? സോ എന്താണ് അപ്പം ഇങ്ങോട്ടാണ്, തമ്പ് കാണിക്കുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് F21. ബുദ്ധിമുട്ടുണ്ടോ? ഇനി നമ്മൾ നേരെ തിരിച്ചെടുക്കുക. സി യു കൺസിഡർ ദ സെക്കൻഡ് വയർ. It is a current carrying conductor. Okay. What is the current in it? I2 is a current in it. What is the length of the conductor? L2. Then അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ D ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് അല്ലേ ഇത്? ഓക്കെ, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഈ കമ്പി കാരണം ഉണ്ടാവും. ഒന്നുകൂടെ, ഇതല്ലേ സെക്കൻഡ് കമ്പി? ഈ സെക്കൻഡ് കമ്പി കറണ്ട് ക്യാരിങ് കമ്പി അല്ലേ? അതിൻ്റെ കറണ്ട് I2 അല്ലേ? അതിൻ്റെ ലെങ്ത് L2 അല്ലേ? അതിൽ നിന്ന് D ഡിസ്റ്റൻസിലുള്ള ഒരു പോയിന്റ് അല്ലേ ഇവിടെ? അവിടെ ആ കമ്പി കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവൂലേ? ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ B2 എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക? B2 പറയൂ. സോ പറയൂ, B2 ഈസ് ഈക്വൽ ടു, പറഞ്ഞോ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ? പെട്ടെന്ന് പറ. അത് തന്നെ, μ0/4π2I/d എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ ഈ കമ്പി കൂടെ കയറ്റിവിട്ട കറണ്ട് I2 ആണ്. ഇനി ഇവിടുത്തെ ഡിസ്റ്റൻസ് D ആണ്. ഓക്കെ, അപ്പൊ ഈ കമ്പി കാരണം D ഡിസ്റ്റൻസിലുള്ള ഈ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ആണത്. ഓക്കെ, ഇനി അതിന്റെ ഡയറക്ഷൻ വേണം അല്ലേ? ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതല്ലേ നിങ്ങളുടെ കമ്പി? ഈ കമ്പി കൂടെ കറണ്ട് പോയത് മേലോട്ടാണ്. ആ കമ്പിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഏതാ റൂള്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. പിടിച്ചോ, കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ നമ്മുടെ ഫിംഗർ വെച്ചിട്ടുണ്ട്. ഏതാണ്? തമ്പ് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി കേളി ഫിംഗേഴ്സ് എന്തിനെ കാണിക്കുന്നു? പറയൂ. കേളി ഫിംഗേഴ്സ് ഇങ്ങനെയാണല്ലേ? അപ്പൊ കേളി ഫിംഗേഴ്സ് ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഈ കമ്പിയുടെ ലെഫ്റ്റ് സൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ എന്ത് ചെയ്യും? ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. അപ്പൊ ഈ കമ്പിയുടെ ലെഫ്റ്റ് സൈഡിലെ കാര്യം പറയൂ. ഔട്ട്വേർഡ്സ് അല്ലേ? അപ്പൊ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഔട്ട്വേർഡ്സ് എന്ന് വരും. അപ്പൊ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഔട്ട്വേർഡ്സ് എന്ന് വരും. ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. ഇനി അപ്പോൾ മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ? ഈ കമ്പി കൂടെ കയറ്റിവിട്ട കറണ്ട് I2 ആണ്. ഈ കമ്പിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റ് ആണ് ഇവിടെ. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് ഞാൻ എഴുതിയത് μ0/4π2I2/d. അതിൻ്റെ ഡയറക്ഷൻ കാണാൻ നമ്മൾ ഇതിനെ റൈറ്റ് ഹാൻഡ് പിടിക്കുക. തമ്പ് ഇങ്ങനെയാണ്, ബാക്കി ഫിംഗേഴ്സ് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഔട്ട്വേർഡ്സ് വരും. ഓക്കെ, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഔട്ട്വേർഡ്സ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ കമ്പി ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അല്ലേ ഇവനെ വെച്ചിരിക്കുന്നത്? അപ്പോൾ ഈ ഫസ്റ്റ് കമ്പി ഒരു കറണ്ട് ക്യാരിങ് കമ്പിയാണ്. അതിരിക്കുന്നത് ഇങ്ങനത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്താണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ പുറത്ത് ഒരു ഫോഴ്സ് കൊടുക്കൂലേ? അപ്പോൾ ഫോഴ്സ് ഓൺ ഫസ്റ്റ് കമ്പിയിൽ കിട്ടുന്ന ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ, നമുക്ക് പുതിയ ഇക്വേഷൻ ഒന്നുമില്ല. ILB sin θ എന്നാണ് നമ്മുടെ ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? ILB sin θ. അപ്പോൾ F1 ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ I എന്താണ്? ഫസ്റ്റ് കമ്പിയിലെ കറണ്ട് എന്താണ്? I1. ഫസ്റ്റ് കമ്പിയുടെ ലെങ്ത് എന്താണ്? L1. ഫസ്റ്റ് കമ്പി കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഏതാണ്? സെക്കൻഡ് കമ്പിയുടെ ഫീൽഡാണ്. ദെൻ സൈൻ തീറ്റ എത്ര എന്ന് പറയും? എല്ലിനും ബിക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ. ഇവിടെ കറണ്ട് പോകുന്ന മേലോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് നോക്ക്, ഇതാണ് നമ്മുടെ നോക്കൂ, ഈ കമ്പിയുടെ കാര്യമാണ്. ഇവിടെ കറണ്ട് പോകുന്ന മേലോട്ടാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? 90. അപ്പോൾ സൈൻ 90. ഇനി ബാക്കി ആൻസർ നിങ്ങൾ പറയണം. അപ്പോൾ F1 ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയൂ. F1 ഈസ് ഈക്വൽ ടു പറയണം, ആൻസർ പറയണം. I1 L1 പറയൂ. B2ന്റെ വാല്യൂ പറയൂ. μ0/4π പെട്ടെന്ന് 2I2/d 2I2/d എന്നാണ്. ഓക്കെ, ദെൻ സൈൻ 90 എത്ര? 1. അപ്പോൾ അത് എഴുതി. ഇതാണ് ഫോഴ്സ് ഓൺ ഫുൾ ലെങ്ത് ഓഫ് F1, ഫുൾ ലെങ്ത് ഓഫ് ഫസ്റ്റ് വയർ. ഫസ്റ്റ് വയറിന്റെ ഫുൾ ലെങ്തിൽ കിട്ടുന്ന ഫോഴ്സ് ആണിത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് ഓഫ് ഫസ്റ്റ് വയർ? ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് ഓഫ് ഫസ്റ്റ് വയറിന്റെ യൂണിറ്റ് ലെങ്തിൽ കിട്ടുന്ന ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് ഓഫ് ഫസ്റ്റ് വയർ ഡ്യൂ ടു സെക്കൻഡ്. എങ്ങനെ കണ്ടുപിടിക്കും? യൂണിറ്റ് ലെങ്തിൽ കിട്ടുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടുത്തെ ലെങ്ത് എത്രയാ? L1 കൊണ്ട് ഇതിനെ അങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ആൻസറിനെ L1 ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? ഈ L1 അങ്ങ് പോകും, ബാക്കി പറയൂ μ0/4π പെട്ടെന്ന് പറഞ്ഞോ. 2I1/I2/d എന്നായില്ലേ? ഇതാണ് ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് ഓഫ് ഫസ്റ്റ് കമ്പിയുടെ യൂണിറ്റ് ലെങ്തിൽ കിട്ടുന്ന ഫോഴ്സ്. ഇനി ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. നിങ്ങൾ നോക്ക്, ഈ കമ്പി കാരണം ഇവിടെ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയല്ലേ ആണ്? അവിടെയല്ലേ ഈ കറണ്ട് ക്യാരിങ് കമ്പി വെച്ചിരിക്കുന്നത്? അപ്പോൾ ഇതിൽ ഫോഴ്സ് എങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടി നമ്മളുടെ റൂൾ ഏതാണ്?
ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇപ്പോൾ 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ വെച്ചു. കറണ്ട് മേലോട്ടാണ്. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടെന്നാണ് കാണിക്കുന്നത്? റൈറ്റിലോട്ട്. അപ്പോൾ ഫോഴ്സ് എങ്ങോട്ടാ? റൈറ്റിലോട്ട്. ഇതാണ് ഫോഴ്സ് ഓൺ ഫസ്റ്റ് കമ്പി ഡ്യൂ ടു സെക്കൻഡ് കമ്പി. ഓക്കെ, കണ്ടോ ഇവിടെ നമുക്ക് കിട്ടിയ റിസൾട്ട് കണ്ടോ? ഫോഴ്സ് ഓൺ സെക്കൻഡ് കമ്പി, യൂണിറ്റ് ലെങ്ത് ഓഫ് സെക്കൻഡ് കമ്പിയും ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് ഓഫ് ഫസ്റ്റ് കമ്പിയുടെ ആൻസർ സെയിം ആണ്. അപ്പോൾ രണ്ട് ആൻസറുകളും സെയിം ആണ്. ഇത് രണ്ടും ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും അല്ലേ? ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും തോന്നുന്നു നിങ്ങൾക്ക്? 2 കമ്പിയുണ്ട്, 2 കമ്പിയിലും കറണ്ട് പോകുന്ന ഒരേ ഡയറക്ഷനിലാണ് അല്ലേ? ഒരേ ഡയറക്ഷനിൽ കറണ്ട് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഈ കമ്പി ആ കമ്പിയെ ഇങ്ങോട്ട് വലിക്കും, ഈ കമ്പി ആ കമ്പിയെ അങ്ങോട്ട് വലിക്കും. അതായത് 2 കമ്പികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കും. ദാറ്റ് ഈസ് ദേ അട്രാക്ട് ഈച്ച് അതർ എന്നാണ് പറയുക. അപ്പോൾ 2 കമ്പി പാരലായിട്ട് വെച്ചിട്ട് രണ്ടിലും കറണ്ട് ഒരേ ഡയറക്ഷനിൽ കയറ്റി വിട്ടു കൊടുത്താൽ 2 കമ്പിയും കൂടെ അട്രാക്ട് ചെയ്യും എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ പറയും ലൈക്ക് കറണ്ട്സ് അട്രാക്ട് ഈച്ച് അതർ എന്ന് നമ്മൾ പറയും. എന്താ പറയുക? ലൈക്ക് കറണ്ട്സ് അട്രാക്ട് ഈച്ച് അതർ. ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 കമ്പി പാരലായിട്ട് വെച്ചിട്ട് രണ്ടിലും ഒരേ ഡയറക്ഷനിൽ കറണ്ട് കയറ്റി വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ 2 കമ്പിയും കൂടെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. അടിപൊളി തന്നെ. ഇനി ഒരു കാര്യം കൂടെ അവിടെ അങ്ങ് പറഞ്ഞേക്കാം. നോക്കൂ, ഇവിടെ F12ൻ്റെ ആൻസറും F21ൻ്റെ ആൻസറും സെയിം അല്ലേ? ഒന്ന് റൈറ്റിലോട്ടും ഒന്ന് ലെഫ്റ്റിലോട്ടും അല്ലേ? അപ്പോൾ 2 ഈക്വൽ ആണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിന് ആക്ഷൻ എന്ന് എടുത്താൽ മറ്റേതിന് റിയാക്ഷൻ എന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ? സോ ദ സിറ്റുവേഷൻ ഒബെയ്സ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓൾസോ. ഈ സിറ്റുവേഷൻ ഏതിനെ ഒബെയ്യുന്നു? ന്യൂട്ടൻ്റെ തേർഡ് ലോയെയും ഒബെയ്യുന്നു. അടിപൊളി സാധനമല്ലേ? അപ്പോൾ നമുക്കിത് സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നും കൂടെ പറഞ്ഞാലോ? നല്ല ശ്രദ്ധിച്ചിരിക്കണം. ഇതിനകത്ത് ഗവേഷണമൊന്നും നടത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് ആൻസറുകൾ പറയണം. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ പറയാതിരുന്നാൽ ഇത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ സ്റ്റാർട്ടിങ് തൊട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നും കൂടെ പറയാം. ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ 2 കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാം. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പിക്ക് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഏത് റൂൾ നിങ്ങൾ ഉപയോഗിക്കും? റൈറ്റ് ആൻഡ് തമ്പ് റൂൾ. അപ്പോൾ നമ്മൾ പിടിക്കുക, കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ ഈ ഏത് ഫിംഗറാണ് നമ്മുടെ തള്ളവിരൽ വയ്ക്കുക, ബാക്കി ഫിംഗേഴ്സ് എന്തിനെ കാണിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൻ്റെ ഡയറക്ഷൻ കാണിക്കും. ഇനി ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ എവിടെ വേണോ നിങ്ങൾക്ക് ടാൻജൻറ്റ് വരയ്ക്കാം. ആ വരച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അങ്ങനെയല്ലേ പഠിപ്പിച്ചേ? ഇനി അടുത്തെന്താണ് ഞാൻ പറഞ്ഞത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കമ്പി വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ പുറത്ത് എന്ത് കൊടുക്കും? ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഏത് റൂൾ ഉപയോഗിക്കും? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കും, മിഡിൽ ഫിംഗർ കറണ്ടിനെ കാണിക്കും, തമ്പ് എന്തിനെ കാണിക്കും? ഫോഴ്സിനെ കാണിക്കും. ഇത് രണ്ടും മാത്രം അറിഞ്ഞാൽ മതി. സോ ഷാൽ ഐ ആസ്ക് യു? See, I have a current carrying conductor. I want to find the direction of magnetic field around it. So which law should I use? Tell me, other than right hand thumb rule. Then see, curly fingers indicate the direction of magnetic field lines. At any point I can draw tangent. So tangent gives direction of magnetic field at that point. What is the next? See, I have a current carrying conductor. It is placed in a magnetic field. So what will the magnetic field do? Magnetic field will exert a force on the conductor. So which law should I use to find the direction of the force? Fleming's left hand rule. 4 finger shows magnetic field, middle finger shows current, thumb indicates force. ഇത്രയും മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം. See, you consider 2 parallel current carrying conductors. You consider 2 parallel current carrying conductors. The currents are I1 and I2. Okay. Then the lengths are L1 and L2. The distance between them is D. Okay. Then see, due to the first, you consider the first conductor. Then see, what is a magnetic field surrounding that conductor? So magnetic field at a distance D from the first conductor will be, so this is the first conductor, magnetic field at a distance D from it is this one. So what is the magnetic field here due to the first conductor? It is called B1. So magnetic field due to the first conductor. What is the general equation? Say the general equation. Mu 0 by 4 pi, adenne 2I by D is the equation. Then what is I here? I1. What is D here? D. Next, I want the direction of this magnetic field. This is your conductor. It carries current upwards. So what is the magnetic field at the right side?
So what is a magnetic field at the right side of it? Hold it. Thumb indicates current. So these curly fingers indicate like this. So this is a magnetic field line. At the right side you draw a tangent. So tangent. So this is a magnetic field. So magnetic field will be perpendicular to the plane of board into it. So you have to show it at the right side. So what are the sentences? We consider two parallel current carrying conductors. The currents are I1 and I2 in the same direction. The lengths are L1 and L2. The distance between the conductors is D. Due to the first conductor, the magnetic field at a distance D at the right side is mu 0 by 4 pi 2 I1 by D. Okay, this will be perpendicular to the plane of board into it. Board and paper. Then see here there is a magnetic field. It is perpendicular to the plane of board into it. Then the second conductor is in this field. Am I right? The second conductor is in this field. So magnetic field will exert a force on second conductor. So force on second conductor is equal to, what is the equation to calculate force? Force we know ILB sin theta. It is the equation. Then F2 is equal to, tell me, F2 is equal to, what is the current in the second conductor? I2. What is the length of second conductor? L2. Then which magnetic field will it get? B1. Then what is theta here? What is theta? Theta is angle between length vector and magnetic field. Here the current is upwards, so length vector is upwards. Magnetic field is like this. So angle between L and B will be 90. So sin 90. Then F2 is equal to I2 L2. What is the answer of B1? Mu 0 by 4 pi. Mu 0 by 4 pi 2 I1 by D. 2 I1 by D sin 91. So F2 is equal to mu 0 by 4 pi 2 I1 I2 divided by D. Okay. This is a force on total force acting on second conductor. This is a total force acting on second conductor. Okay. Then what is the force on you? There is L2 also. Am I right? Then what is the force on unit length? Force on unit length of second conductor. It is F21. So force on unit length of second conductor due to the first. You divide this by length. See, you will get mu 0 by 4 pi 2 I1 I2 divided by D. Okay. This is a force on unit length of second conductor. This is a force on unit length of second conductor. How will you find the direction of this force? Force in the direction. Magnetic field like this. Current in the conductor like this. So how will you find the direction of force? Using Fleming's left hand rule. 4-finger magnetic field, current upwards, force will be towards left. So force will be towards left. This is a force on second conductor due to first. Okay. This force is towards left. Okay. So this force is towards left. You have to write at the side. So help you help section. So listen here. Consider two parallel current carrying conductors. Currents are I1 and I2 in the same direction. Length of the conductors are L1 and L2. The distance between the conductors is D. Then now consider the first conductor. Due to the first conductor, there will be a magnetic field at the right side of it at a distance D. The magnetic field is, tell me, mu 0 by 4 pi 2 I1 by D. Okay. Then what is the direction of the magnetic field? You know the method. So it is perpendicular to the plane of board into it. No problem. Then see, in the second conductor is kept in this magnetic field. So magnetic field will exert a force on the second conductor. Force can be calculated as force on second conductor F2 is equal to ILB sin theta is the equation. ILB sin theta. What is I here? I2. What is L here? L2. What is B here? B1. Then theta means angle between length vector and magnetic field. Here current is upwards. So length vector upwards. Magnetic field like this. So angle between these two 90. Okay. Then F2 is equal to I2 L2. Then what is answer of B1? You are putting that sin 91. Okay. This is a total force acting on second conductor. This is a total force acting on second conductor. Then what is the next? Force on
unit length of second conductor. How will you calculate? You divide it by length of the conductor. So you divide it by L2, you are getting this answer. So what is the answer you get? Mu 0 by 4 pi 2I1 I2 divided by D. This is a force on second conductor due to first. It is towards left. How will you find the direction of it? By using Fleming's left hand rule. Tell me, 4-finger magnetic field, current upwards, so force towards left. Okay. Then now you consider the second conductor. You consider your second conductor alone. Then there is a current in it. So you consider a point at a distance D to the left of it. Then what is a magnetic field here due to the second conductor? So magnetic field at the left side of second conductor. I call it B2. So magnetic field due to the second wire can be called as B2. So what is the general equation? Mu 0 by 4 pi 2I by D is the equation. What is the I value here? I2. Okay. What is the distance? D. Okay. Then this is your conductor. At the left side, what is the magnetic field? See, which rule? Fleming's? No. Right hand? Thumb rule. See, hold. Current is upwards. So this is the direction of magnetic field. So magnetic field is like this. At the left side, I want this direction. So at the left side, tangent. See, it is perpendicular to the plane of board, outwards. So perpendicular to the plane of board, outwards. Perpendicular to the plane of board, outwards. Okay. This is a magnetic field here due to the second wire. Now, the first wire carrying current is kept in this magnetic field. So magnetic field will exert a force on your wire. So force on first one by this magnetic field. So what is the equation to calculate force? Say ILB sin theta. So ILB sin theta. So force is equal to, say, I, what is I? I1. L, L1. So I1, L, L1. What is the magnetic field it gets? B2 is a magnetic field it gets. Then what is theta here? Theta is angle between L and B. Here current is upwards. So length vector is upwards. Magnetic field is like this. So angle between these two, 90. So sin 90. Okay. Then F1 is equal to I1 L1. What is answer of B2? Mu 0 by 4 pi 2I2 divided by D. Okay. Sin 91. This is a total force acting on first conductor. Then what will be the force acting on unit length of it? Force on unit length of first due to second is equal to, say, you divide this answer by length of the conductor. You divide by L1. So we are getting mu 0 by 4 pi 2I1 I2 divided by D. Okay. Then what is the next thing? I want the direction of this. See, there is a magnetic field like this. Okay. Then this is your current carrying conductor. Then what is the direction of force? You take your rule. See, 4-finger magnetic field like this. Current upwards. So force will be towards right. So force on first wire due to second, it will be towards right. Then very clear. F12 and F21 are equal. They are in the opposite direction also. So you can consider any one as action, the next can be taken as action. So the situation obeys Newton's third law. See, here, what is the case? Here we have two wires, parallel wires. The currents are in the same direction. See, the first wire will attract the second wire towards it. Second will attract the first wire towards it. See, the wires attract each other. Your wires attract each other if the currents are in the same direction. If the currents are in the same direction, the wires attract each other. That means like currents attract each other. Like currents attract each other. എന്നാണ് നമ്മൾ പറയുക. എന്ന് പറഞ്ഞാൽ രണ്ട് പാരലൽ കമ്പിയിൽ ഒരേ ഡയറക്ഷനിൽ കറണ്ട് കയറ്റിവിട്ടാൽ they attract each other. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പൊളി സാധനമല്ലേ? തലേന്ന് കിളിയൊക്കെ ചാടി തുടങ്ങിയില്ലേ? അപ്പം നമുക്ക് ഇത് അതിൻ്റെ അടുത്ത ഒരു കേസിലേക്ക് പോകാം. നമുക്കിപ്പോൾ ഒരേ ഡയറക്ഷനിലല്ലേ കറണ്ട് കയറ്റി വിട്ടത്. കറണ്ട് നമുക്ക് ഓപ്പോസിറ്റ് കയറ്റി വിട്ട് നോക്കാം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. രണ്ട് കമ്പിയെ പാരലായിട്ട് വെച്ചിട്ട് രണ്ട് കമ്പിയിലും കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്ക് കയറ്റി വിട്ട് നോക്കാം. അപ്പം നിങ്ങൾക്ക് എന്നെ പറയാമെന്നുള്ളേ ഉള്ളൂ. കൃത്യമായിട്ട് ആൻസർ എനിക്ക് കിട്ടണം. നോക്കൂ, പാരലൽ വയേഴ്സ്. ദെൻ കറണ്ട് ഇൻ ദ ഫസ്റ്റ് വയർ I1, current in the second wire I2. See, they are in the opposite direction. The lengths are L1 and L2.
What is the distance between the conductors? D. ഇത്രയും ഓക്കെ ആണ്. ഇനി see, you consider the first conductor. This is the first conductor. It carries a current upwards. Am I right? So at a D distance, you consider a point here. So this is a point at a distance D from it. See, what is the magnetic field at the right side here? See, what is the magnetic field at this point due to the first wire? Tell me. See, magnetic field there due to the first wire is named as B1. Say the equation. Say, പെട്ടെന്ന് പറ. mu 0, അത് തന്നെ mu 0 by 4 pi 2I by D. So what is I here? I1. D. Okay. Any direction വേണം. See, due to this wire, there will be a magnetic field here. So which law will you use? Right hand thumb rule. So പിടിക്കുക. Thumb in the direction of current. Then other fingers ഇങ്ങനെയല്ലേ? So this is the direction of magnetic field line. I want the magnetic field at the right side. അപ്പോൾ right side tangent വരിക. Okay. So perpendicular to the plane of board into it. ഇതിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? Then now you consider this magnetic field and this current carrying conductor. There is a magnetic field into the plane of board. Then a current carrying conductor is here. Am I right? So magnetic field will exert a force on the current carrying conductor. So magnetic force on the second wire due to this magnetic field. So magnetic field will exert a force on this current carrying conductor. So it is represented as F2. Force on second wire. എന്താണ് equation? I L B sin theta. നിങ്ങൾ കൂടെ പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. നോക്കൂ. അപ്പോൾ F2 is equal to പറയൂ. What is I here? I2. What is L here? L2. What is a magnetic field it gets? B1. Sin പറയൂ. What is theta? Theta is angle between length vector and the magnetic field. Here current is downwards. Magnetic field is like this. Angle between these two 90. Okay. Then F2 answer പറയൂ. F2 is equal to say I2 L2. What is the answer of B1? Mu 0 by 4 pi 2I1 by D. 2I1 by D. Okay. ഇത്രയും കുഴപ്പമൊന്നുമില്ലല്ലോ. Sin 90 1. ഇനി see, this is a total force acting on second wire. This is a total force acting on second wire. Then what is a force on unit length? Force on unit length of second wire. What is a force on unit length of second wire? A representation force on unit length of second wire due to first. എങ്ങനെ കണ്ടുപിടിക്കും പറയൂ. ഇതിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വാട്ട് ഈസ് എ ലെങ്ത്? L2 കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്താൽ മതി ഇതിനെ. See, L2 cancel, we get mu 0 by 4 pi. പെട്ടെന്ന് പറയൂ. 2I1 I2 divided by D എന്ന് കിട്ടും. ഇത് തന്നെയല്ലേ നേരത്തെ കിട്ടിയേ? ആൻസറിനകത്ത് യാതൊരു മാറ്റവും വന്നില്ല. Now tell me the direction of this force. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലെ ഫോഴ്സ് എങ്ങോട്ടിരിക്കും എന്നറിയാൻ വേണ്ടി ഏത് റൂൾ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. 4 finger മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, പിടിച്ചു. കറണ്ട് താഴോട്ട്. സോ ഫോഴ്സ് വിൽ ബി ലൈക്ക് ദിസ് ടുവേഴ്സ് റൈറ്റ്. കണ്ടോ, നിങ്ങൾ കണ്ടോ? 4 finger മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് താഴോട്ട്. സോ ഫോഴ്സ് വിൽ ബി ടുവേഴ്സ് റൈറ്റ്. സോ F21 വിൽ ബി ലൈക്ക് ദിസ്. So F21 will be like this. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? So F21 is towards right. Okay, this force is towards right in this picture. Then അടുത്ത you consider the second wire. You consider your second wire. It is a current carrying wire. Then what is the current in it? I2. Then you consider a point at the left side at a distance D from it. What is a magnetic field here due to the second wire? Say. So what is a magnetic field at the left side due to the second wire? See, what is the equation? Mu 0 by 4 pi. Say mu 0 by 4 pi 2I by D is the equation. What is I here? I2. Okay, then tell me about the direction. See, this is your current carrying conductor. I want the magnetic field at the left side. Which law should I use? Right hand thumb rule. See, hold it. See, thumb is in the direction of current. Okay, thumb is in the direction of current. Then see the other fingers like this. So curly fingers like this. Okay, then എവിടത്തെയാണ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ ലെഫ്റ്റിലെ. സോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉള്ളതിനകത്ത് ലെഫ്റ്റില് ടാൻജന്റ് വരയ്ക്കുക. അങ്ങോട്ടല്ലേ? സോ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഇൻടു ഇറ്റ് എന്ന് വരും.
perpendicular to the plane of board into it. ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഈ കമ്പിയുടെ ലെഫ്റ്റ് സൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. എത്ര? mu0/4 2I2/d. See, it will be perpendicular to the plane of board into it. ബുദ്ധിമുട്ടായിട്ട് തോന്നിയാ? See, കറണ്ട് താഴോട്ടാണ് ഈ കമ്പിയിൽ പിടിക്കുക, ഇങ്ങനെയാണ് കാണിക്കുന്നത്, ബാക്കി ഫിംഗേഴ്സ് ഇങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. അപ്പോൾ ഇതിൻ്റെ എവിടത്തെ നോക്കിയാൽ ലെഫ്റ്റിലെ, അപ്പോൾ ഈ ഇതിന് ടാൻജൻറ്റ് വരച്ചാൽ അങ്ങോട്ട് വരും. സോ ഇങ്ങോട്ടാണ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഇൻറ്റു ഇറ്റ്. ഓക്കെ, ദെൻ അപ്പോൾ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഇൻറ്റു ഇറ്റ്. സോ ദിസ് ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഹിയർ. This is a current carrying conductor in that magnetic field. So magnetic field will exert a force on that. So what is a force on first wire? Force on all equation para ILB sin theta. ILB sin theta. So F1 is equal to, what is I here? I1. What is L here? L1. What is a magnetic field? It gets B2. Then sin, what is theta? Angle between L and B. Here current is upwards, so length vector upwards. Magnetic field like this, so angle between these two 90. So sin 90. Okay, then F1 is equal to, say, I1 L1. What is the answer of B2? mu0/4 2 I2 divided by d sin 91. So this is a total force acting on first kambi. This is a total force acting on first kambi. Then what is the force on unit length? Force on unit length of first kambi due to second is equal to, you divide it by its length. So L1 cancel. So we get mu0/4 2 I1 I2 divided by d. Okay, this is a force on unit length of first wire. Okay, now I want the direction of this force. So how can you calculate? This is a magnetic field into it, then current is upwards. So how will you calculate the force? Using this rule, 4-finger magnetic field, current upwards, so force is towards left. See, the force is towards left. This is a force on first due to second. It is towards left. So it is very clear, F12 and F21 are equal. So any one can be taken as action, the other can be taken as reaction. Okay, so F12 and F21 are equal in magnitude, opposite in direction. അപ്പം നേരത്തെ പറഞ്ഞതും ഇപ്പോഴേ പറഞ്ഞതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഡെറിവേഷൻ്റെ റൈറ്റിങ്സ് എല്ലാം സെയിം ആണ്, പക്ഷെ ഡയറക്ഷൻ മാത്രം വേറെയാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കൂ, രണ്ട് കമ്പിയിലെയും കറണ്ട് നോക്കിയേ, എങ്ങനെയാണ് കറണ്ട് വന്നിരിക്കുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ കമ്പികൾ എന്താ ചെയ്തതെന്ന് നോക്കിയേ. ഈ കമ്പി ആ കമ്പി അങ്ങോട്ട് തള്ളി, ആ കമ്പി ഈ കമ്പി ഇങ്ങോട്ടും തള്ളി. അപ്പോൾ വയേഴ്സ് റിപ്പൽ ഈച്ച് അതർ അല്ലേ. അപ്പോൾ ഇഫ് ദ കറണ്ട്സ് ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദ വയേഴ്സ് റിപ്പൽ ഈച്ച് അതർ എന്നാണ് നമ്മൾ പറയുക. എന്താണ്? ഇഫ് ദ കറണ്ട്സ് ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദ വയേഴ്സ് റിപ്പൽ ഈച്ച് അതർ. മറക്കരുത്. അപ്പോൾ അൺലൈക്ക് കറണ്ട്സ് എന്ന് പറയും. എന്താ പറയുക? അൺലൈക്ക് കറണ്ട്സ് റിപ്പൽ. എന്താണ് പറയുക? അൺലൈക്ക് കറണ്ട്സ് റിപ്പൽ. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇഫ് യു ഹോൾഡ് യുവർ പാരലൽ വയേഴ്സ് ലൈക്ക് ദിസ് ആൻഡ് ഇഫ് യു സെൻഡ് കറണ്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദ റിപ്പൽ ഈച്ച് അതർ. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ച സെക്ഷൻ, ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അടിപൊളിയല്ലേ? അപ്പോൾ ഞാനിത് സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നും കൂടെ ഞാൻ പറയും, ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നോക്കിക്കോ. സേ വി ഹാവ് അവർ പാരലൽ വയേഴ്സ്, ദ ലെങ്ത്സ് ആർ L1 and L2, ദ കറണ്ട്സ് ആർ I1 and I2 but in the opposite direction. Okay, so currents are in the opposite direction. Any doubt? Then what is the distance between these two? D. Okay, now say consider two parallel current carrying conductors. The currents are I1 and I2 in the opposite direction. The distance between them are is D. The lengths are L1 and L2. Then consider the first wire. You consider the first wire. It is a current carrying wire. So at the right side at a distance D, what is a magnetic field? So magnetic field at the right side of first wire is equal to, say, mu0/4 2I/d is the equation. What is I here? I1. Then how can you calculate the direction of magnetic field at the right side? By using right hand thumb rule. So this is your conductor. This is your conductor. Okay. Then it carries current upwards. Hold it. So magnetic field lines like this. So what is the magnetic field at the right side? You draw a tangent. So it will be perpendicular to the plane of board. Perpendicular to the plane of board into it. Okay.
Then, so the magnetic field here is perpendicular to the plane of board into it. The second wire carrying current I2 is kept in this magnetic field. So magnetic field will exert a force on it. So force on second wire is represented as F2. Then what is the equation? ILB sin theta is the equation. Okay. Then F2 is equal to, what is I? I2. What is L? L2. Then what is B? What is the magnetic field it gets? B1. Sin, what is theta? Theta is angle between L and B. Here current downwards, so length vector downwards. Then magnetic field like this. Angle between them 90. Okay. Then what is answer of F2? F2 is equal to, say, I2 L2, I2 L2. Then what is B1? Mu 0 by 4 pi, mu 0 by 4 pi, 2I1 by D, 2I1 by D. Then what is the next? Sin 90, 1. This is a total force acting on second wire. This is a total force acting on second wire. Then what is the force on unit length? Force on unit length of second wire due to first one. F21 alla. So force on unit length of second wire due to first wire. You divide this by length of the wire. So L2 cancel. We get mu 0 by 4 pi 2I1 I2 divided by D. This is a force on unit length of second wire. Then what is the direction of this force? See, this is a magnetic field. The current is downwards. So what will be the direction of magnetic force? Say, this is a rule. Magnetic field, current downwards. So force will be towards right. So F21 will be towards right. So F21 will be towards right. No problem. Next, you consider the second conductor. It is a current carrying conductor. It carries a current I2 downwards. Then what is a magnetic field at the left side at a distance D? See, what is a magnetic field at the left side? It is represented as B2. Okay. Magnetic field due to the second wire. It is represented as B2. What is the equation? Mu 0 by 4 pi 2I by D is the equation. What is I here? I2. Then see, what is the direction of this magnetic field? See, this is your current carrying conductor. It carries current downwards. I want the magnetic field at the left side at a distance D. See, tell me, this is a conductor. Current in the downward direction. Hold in the right hand. Thumb in the direction of current. The curly fingers indicate like this. So this is the direction of magnetic field line. So at the left side you draw a tangent. So tangent. So it will be perpendicular to the plane of board into it. So perpendicular to the plane of board into it. Okay. So due to this current carrying conductor, there is a magnetic field here. It will be perpendicular to the plane of board into it. Okay. Then now you consider the first conductor. It is kept in this magnetic field. So definitely this magnetic field will exert a force on this current carrying conductor. What is the equation to calculate force? Force is equal to, say, F is equal to force on first combi is equal to ILB sin theta is the equation. So F1 is equal to, what is I? I is I1. What is L? L1. What is the magnetic field it gets? It gets this magnetic field. Then sin, what is theta? Theta is angle between L and B. Here current is upwards, so length vector upwards. Magnetic field like this. Angle between these two 90. So sin 90. Then F1 is equal to, say, I1 L1. What is the value of B2? Mu 0 by 4 pi 2I2 divided by D sin 91. This is a total force acting on first wire. Then what is the force on unit length of first wire due to second? You divide this by length L1. So I am getting mu 0 by 4 pi 2I1 I2 divided by D. This is a force on unit length of first wire. Then what is the direction of the force? See, magnetic field is like this. Current is upwards. So what will be the force? Use Fleming's left hand rule. See, forefinger magnetic field, current upwards. So force will be towards left. So the force will be towards left. This is a force on first due to second. Am I right? Then, so the force will be towards left. You have to write like this. Then, see, F12 and F21 are equal and opposite. Okay. They are, say, equal in magnitude but opposite in direction. So F12 equal to negative F21. So one can be taken as action, the next can be taken as reaction.
Okay, so the situation obeys Newton's third law. Then what is the next? Here the currents are in the opposite direction. If you place two parallel wires and if you send currents in the opposite direction, the wires repel each other. The first wire will repel the second like this, second will repel the first like that. So the wires repel each other. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്? If the currents are in the same direction, the wires attract. If the wires are in the opposite direction, the wires repel each other. ഓർത്ത് വെച്ചേക്കുമല്ലോ, ഒരേ ഡയറക്ഷനിൽ കറണ്ട് പോയാൽ അട്രാക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് പോയാൽ റിപ്പൽഷൻ. മറക്കരുത്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ നമ്മൾ 1 by 1 ഒന്ന് ചിന്തിച്ച് നോക്കി. എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്? ഫസ്റ്റ് കമ്പി കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എവിടെ എങ്ങനെയെന്ന് നോക്കണം. ഇനി അതിൻ്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടി റൂൾ അറിയാം. ഇനി അടുത്തെന്താണ്? ആ മാഗ്നറ്റിക് ഫീൽഡ് ആ കമ്പി വെച്ചാൽ അതിന് കിട്ടുന്ന ഫോഴ്സ് എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇനി അടുത്ത തിരിച്ച് ആ കമ്പി കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പുറത്ത് എത്രയെന്ന് കിട്ടുമെന്ന് നോക്കണം. ഇനി അവിടെ ആ കമ്പി വെച്ചാൽ എത്ര ഫോഴ്സ് കിട്ടും നോക്കണം. രണ്ടിൻ്റെ ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിക്കണം. സോ യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. സോ വാട്ട് ഈസ് ദ ഫൈനൽ ആൻസർ യു ആർ ഗെറ്റിംഗ്? ഫോഴ്സ് ഓൺ യൂണിറ്റ് ലെങ്ത് is equal to μ0/4π 2I1 I2 divided by D എന്നാണ് കിട്ടുന്നത്. ബൈ ഹാർട്ട് ചെയ്യണം ഇക്വേഷൻ. ഇനി നിങ്ങൾ ഇത് ഓരോന്ന് എഴുതുമ്പോഴും, സോ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എഴുതിയല്ലോ, അതിൻ്റെ റൈറ്റ് സൈഡിൽ കമ്പൽസറി എഴുതിയിരിക്കണം പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഇൻറ്റു ഇറ്റ് ബൈ ഇന്നർ റൂൾ എന്ന് എഴുതിയിരിക്കണം. ഏത് റൂളാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അടുത്ത ഇതെന്താണ്? ഇവിടെ നമ്മൾ എഴുതിയല്ലോ, ഈ സംഭവം എഴുതി, ഇതെഴുതി ദിസ് ഈസ് ടു us റൈറ്റ് ബൈ യൂസിങ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എഴുതിയിരിക്കണം. ഇവിടെ ഈ സംഭവം എഴുതി, എന്താണ് ഇവിടെ ഇങ്ങനെ എഴുതി വന്നു, ഈ ഇക്വേഷൻ എഴുതി. സോ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ബോർഡ് ഇൻറ്റു ഇറ്റ് ബൈ യൂസിങ്, പറഞ്ഞോ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അടുത്ത ഇതെഴുതി, ഇറ്റ് ഈസ് ടു us ലെഫ്റ്റ് ബൈ യൂസിങ് ഏതാണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഇത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഇത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പോൾ ഏത് റൂളാണോ ഉപയോഗിച്ചത് അതവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ എന്നിട്ട് ലാസ്റ്റിൽ സമ്മറിയൂടെ എഴുതണം. അപ്പോൾ എക്സാമിന് ചോദിച്ചാൽ ഏതെങ്കിലും ഒന്ന് എഴുതുക, എന്നിട്ട് മറ്റേ കേസ് അതിൻ്റെ ഇതായിട്ട് എഴുതുക. നിങ്ങൾ സെയിം ഡയറക്ഷനിലുള്ളത് എഴുതിക്കോളൂ. എഴുതിയിട്ട് എന്തെന്ന് എഴുതണം? ബട്ട് ഇഫ് ദ കറൻസ് ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദ വയേഴ്സ് റിപ്പൽ ഈച്ച് അതർ എന്നെഴുതി സമ്മറി ചെയ്താൽ മതി. ഓക്കെ.